ഡോണ്ട് ജഡ്ജ് പീപ്പിൾ ബൈ ദെയർ ക്ലോത്ത്സ്. പുറമേയുള്ള വസ്ത്രം കണ്ടുകൊണ്ട് ഒരാളെ നാം വിധിക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി അറിയാതെ നാം ആരെയെങ്കിലും വിധിക്കുന്നുവെങ്കിൽ ആ വിധി മൂലമുണ്ടാകുന്ന വ്യക്തിഹത്യയുടെ പ്രതിഫലനങ്ങൾക്ക് നാം ഉത്തരവാദികളായിരിക്കും. പുറമേ കാണുന്ന ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് യഥാർത്ഥ സത്യം മനസ്സിലാക്കാതെ നാം പെരുമാറുമ്പോൾ അത് നിമിത്തം പലരുടെയും മനസ്സിനേൽക്കുന്ന വലിയ മുറിപ്പാടുകൾക്കും അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ മോശമായി ചിത്രീകരിച്ചതിനും നാം കാരണക്കാരാകുന്നു. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1-ാം വാക്യം, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. വിധിക്കുക എന്നതിന് വിമർശിക്കുക എന്ന അർത്ഥം കൂടിയുണ്ട്. വിമർശനം നിത്യ തൊഴിലാക്കി വെച്ചിരിക്കുന്നവർ മറ്റുള്ളവരുടെ ന്യൂനതകളെ കണ്ടുപിടിക്കുവാൻ അതിസൂക്ഷ്മമായി അവരെ നിരീക്ഷിക്കുകയും അത് പ്രയോഗിക്കുവാനുള്ള തക്ക അവസരത്തിനായി അങ്ങനെയുള്ളവർ കാത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൽ പ്രാധാന്യം കുറഞ്ഞ കാര്യങ്ങളിലേക്ക് ഇങ്ങനെയുള്ളവരുടെ ശ്രദ്ധ തിരിയുന്നത് നിമിത്തം ഇവർ സമൂഹത്തിന് തന്നെ ഒരു കീറാമുട്ടിയായിത്തീരുന്നു. യേശു കർത്താവ് മറ്റുള്ളവരെ വിധിക്കരുത് എന്ന് പറയാനുള്ള കാരണങ്ങൾ ഒരിടത്ത് വായിച്ചതിങ്ങനെ: 1, വസ്തുതകളെയോ വ്യക്തിയെ മുഴുവനുമായോ നമുക്കറിയുവാൻ കഴിയുകയില്ല. 2, വിധിക്കുന്നതിൽ തികച്ചും നിഷ്പക്ഷത പാലിക്കുവാൻ ആർക്കും സാധ്യമല്ല. 3, മറ്റൊരാളെ വിധിക്കത്തക്കവണ്ണം നല്ലവൻ ആരുമില്ല ഈ ഭൂമിയിൽ. 4, ദൈവം ഒരുവൻ്റെ കുറവ് ക്ഷമിക്കുമെങ്കിൽ നമുക്കും എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ? ദൈവം ദാക്ഷിണ്യം കാണിക്കുന്നയിടത്ത് നാം നൈഷ്ഠൂര്യം കാണിക്കരുത്. 5, നാം മറ്റുള്ളവരെ വിധിക്കുന്നതിനാൽ മറ്റുള്ളവർ നമ്മെ വിധിക്കുവാൻ ഒരു വകുപ്പുണ്ടാക്കുകയാണ്. നീ വിധിക്കപ്പെടാതിരിക്കാൻ നീ വിധിക്കരുത്. ഒരിക്കൽ 24 വയസ്സുള്ള ഒരു യൗവനക്കാരൻ ട്രെയിനിലെ ജനാലക്കരികിൽ ഇരുന്ന് പുറം ലോകത്തെ കാഴ്ചകൾ കണ്ട് ആഹ്ലാദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഡാഡി, ആ മരങ്ങൾ നോക്കൂ, നമ്മുടെ പിറകോട്ട് അത് ഓടിക്കൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ താൻ കാണുന്ന കാര്യങ്ങൾ പലതും തൻ്റെ പിതാവിനോട് പറഞ്ഞുകൊണ്ടിരുന്നു. അത് കേട്ടുകൊണ്ടിരുന്ന യൗവനക്കാരൻ്റെ പിതാവ് തൻ്റെ മകനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ആ കമ്പാർട്ട്മെൻറ്റിൽ അവരുടെ അടുത്തിരുന്ന ഒരു ദമ്പതികൾക്ക് ഈ യൗവനക്കാരൻ്റെ ബാലിശമായ പ്രവർത്തനങ്ങൾ അരോചകമായി തോന്നി. പിന്നെയും ആ യൗവനക്കാരൻ വിളിച്ചു പറഞ്ഞു, ഡാഡി, ആകാശത്തിലെ മേഘങ്ങളെ നോക്കൂ, അതും നമ്മോടൊപ്പം ഓടുന്നു. അടുത്തിരുന്ന ദമ്പതികൾക്ക് സഹിക്കുവാൻ കഴിഞ്ഞില്ല. അവർ അവൻ്റെ പിതാവിനോട് പറഞ്ഞു, നിങ്ങളുടെ മകനെ എന്തുകൊണ്ട് ഒരു നല്ല ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ചികിത്സിച്ചുകൂടാ? ആ പിതാവ് ഇപ്രകാരം മറുപടി പറഞ്ഞു, ഞാനത് ചെയ്തു. ഞങ്ങളിപ്പോൾ ആശുപത്രിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മകൻ ജന്മനാ കണ്ണ് കാണാത്തവനായിരുന്നു. അവൻ്റെ കാഴ്ച ഇപ്പോൾ കിട്ടിയതേയുള്ളൂ. ആദ്യമായി ലോകം കണ്ടതിൻ്റെ സന്തോഷം അവൻ കാണിക്കുകയാണെന്ന് പറഞ്ഞു. ഡിയർ ഫ്രണ്ട്സ്, don't judge people before truly knowing them, because everyone in this earth has a story, and sometimes truth might surprise you. ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും ഒരു കഥയുണ്ട്. ചിലപ്പോൾ സത്യം നമ്മെ അമ്പരിപ്പിച്ചേക്കാമെന്നതിനാൽ മനുഷ്യരെ ശരിക്കും അറിയുന്നതിനു മുമ്പ് അവരെ വിധിക്കരുത്. Have a blessed day.